അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ശരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് എടുത്തതല്ല, ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് പോലെ എടുത്താണ്. പക്ഷേ വലിയ മോശമെല്ലാം തോന്നിയതുകൊണ്ട് അങ്ങനെ അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ നമ്മളെ മോജോ ഏകദേശം ഒരു 1000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് സർവീസും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ടാണ് മോജോ എടുത്തതെന്നും ഇത്രയും നാൾ ഓടിച്ചതിൻ്റെ ഒരു ചെറിയ ഫീഡ്ബാക്ക് വീഡിയോയും അങ്ങനെയായിട്ടാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയത് ഇവിടെ ചെറിയൊരു ആവശ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു വീഡിയോയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്തുകൊണ്ടാണ് മോജോ എടുത്തതെന്നുള്ളൊരു കാര്യം. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹോണ്ടയുടെ CB യൂണിക്കോൺ ആയിരുന്നു, 150cc. അപ്പോൾ ഏകദേശം ഒരു 2.5 കൊല്ലം കൊണ്ട് ഞാൻ ഒരു 29,000 കിലോമീറ്ററോളം അതിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യമൊക്കെ ലോങ്ങും പോയിട്ടുണ്ട്. അതിൽ ഒരു ദിവസം കൊണ്ട് മാക്സിമം കവർ ചെയ്തിരിക്കുന്ന ഏകദേശം ഒരു 464 കിലോമീറ്റർ അങ്ങനെ എന്തായാലും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു യൂസൊക്കെ നോക്കുമ്പം എനിക്ക് അങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ഉണ്ടാവില്ല. പക്ഷേ അത്യാവശ്യം ലോങ് ഡ്രൈവൊക്കെ പോയി കഴിയുമ്പോൾ ഈ യൂണിക്കോണിന് അതിൻ്റെ എൻജിൻ കുറച്ച് സ്ട്രെസ് ആവുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അധികം ബ്രേക്ക് എടുക്കാറില്ല. ഇപ്പം ചില സമയത്തൊക്കെ ഇപ്പം പാലക്കാട് എറണാകുളം പോകേണ്ടി വരുമ്പോഴൊന്നും ഞാൻ ബ്രേക്ക് ഇല്ലാതെയാണ് അത്രയും ആ ഒരു സ്ട്രെച്ച് ഫുള്ള് ഓടിക്കാറ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വണ്ടിയുടെ എൻജിനൊക്കെ കുറച്ച് സ്ട്രെസ് ആവുന്ന പോലെ തോന്നി. യൂണിക്കോൺ നല്ല വണ്ടിയാണ്, അത്യാവശ്യം ലോങ് പോകാനും നല്ലതാണ്, നല്ല റിഫൈൻഡാണ്. അതിൻ്റെ റൈഡിങ് കംഫർട്ടാണെങ്കിൽ ശരി എല്ലാം നല്ല സുഖം. ഈ കൊച്ചിയിൽ പൊളിച്ച ഫ്ലാറ്റ് ഉണ്ടെന്നുള്ളത് ആ ഭാഗത്താണ് വരണം, ഇപ്പൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ലോങ് പോകുമ്പം വണ്ടിയുടെ എൻജിന് കുറച്ച് സ്ട്രെസ് ആവുന്നതെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഒരു കുറച്ചുകൂടി എൻജിൻ കപ്പാസിറ്റി ഉള്ള വണ്ടി നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ ഞാൻ നോക്കി വരുമ്പം കണ്ടൊരു 3 ഓപ്ഷനാണ്. എനിക്ക് കുറച്ച് അഗ്രസീവായിട്ടുള്ള റൈഡിങ് പോസ്റ്റുള്ള വണ്ടികളൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നു, ഈ RR 310 പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുന്നിൽ കണ്ട ഓപ്ഷൻസ് മിക്കവരും ആലോചിക്കുന്ന പോലെ തന്നെ ഈ ഡോമിനാർ, ഹിമാലയൻ, പിന്നീട് മോജോ, ഈ 3 ഓപ്ഷനാണ് ഞാൻ കണ്ടത്. CBR 250യും നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. പക്ഷേ വീണ്ടും എനിക്ക് എന്താ പറയുക, അപ്രൈറ്റ് പോസ്റ്റർ ഒപ്പം എന്താ പറയുക ഫുഡ് പെക്സ് എനിക്ക് വല്ലാതെ പുറകോട്ടല്ലാതെ ഒരുവിധം ഫോർവേഡ് സെറ്റ് ആയിട്ടുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെ മോജോയും ഡോമിനാറും ഹിമാലയനും ഒന്ന് വിശദമായിട്ട് പഠിച്ചു. ഹിമാലയൻ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ഓടിച്ചിട്ടുണ്ട്, അത്യാവശ്യം ഓഫ് റോഡും പോയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊരു ഇത് അറിയാം. പിന്നീടുള്ളത് ഡോമിനാറും മോജോ ആണ്. മോജോ ഞാൻ ആലുവയിൽ നിന്നാണ് ആദ്യമായിട്ട് ടെസ്റ്റ് റൈഡ് ചെയ്യുന്നത്. എനിക്കത് ഓടിച്ചപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി. മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിഫൈൻമെൻറ്റ് കാരണം. അത് അത്രയും നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനായിരുന്നു. ഒപ്പം തന്നെ ഏകദേശം ആ ഒരു സെയിം വീക്ക് തന്നെയാണ് ഞാൻ ഡോമിനാർ ഓടിച്ച് നോക്കിയത്. ഡോമിനാർ അതെ നല്ല പവറാണ്. നമ്മൾ ജസ്റ്റ് സെക്കൻഡിലൊക്കെ ഇട്ടിട്ട് കൈ കൊടുക്കുമ്പോഴേക്കും നമ്മളെ കൊണ്ട് അങ്ങ് പോകും വണ്ടി. പക്ഷേ എനിക്കെന്തോ കുറച്ചുകൂടി ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി ഉള്ള വണ്ടിയോടാണ് താല്പര്യം, ഒപ്പം റിഫൈൻമെൻറ്റും. ഡോമിനാർ നല്ലതാണ്. ഇപ്പോൾ ഈ BS6 പണ്ടത്തേനെക്കാട്ടും റിഫൈൻഡ് ആണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് അത്രയും എന്താ പറയുക ഒരു സഡൻ പവർ ഡെലിവറി ഉള്ള വണ്ടി എനിക്ക് വേണമെന്നില്ലായിരുന്നു. ഒപ്പം തന്നെ ഓടിച്ച് നോക്കിയപ്പം എനിക്ക് മോജോൻ്റെ എൻജിനോട് എനിക്ക് നല്ല താല്പര്യം തോന്നി. അതായത് ഏകദേശം 1,00,000 കിലോമീറ്റർ കവർ ചെയ്ത യൂസേഴ്സിൻ്റെ ഒക്കെ ഫീഡ്ബാക്കൊക്കെ ഞാൻ കണ്ടിരുന്നു. അവർ ഇപ്പോഴും അതെ എന്താ പറയുക നന്നായി മെയിൻറ്റെയിൻ ചെയ്ത യൂസേഴ്സാണത്. അപ്പോൾ അവർ നല്ല ഫീഡ്ബാക്ക് കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി. അതുപോലെ തന്നെ പെർ ഡേ ഒരുപാട് ഡിസ്റ്റൻസ് യാത്ര ചെയ്ത് കഴിഞ്ഞാലും വണ്ടി അതെ ഓടിക്കുന്ന ആളും അതെ ഈ റിഫൈൻമെൻറ്റ് കാരണം തന്നെ ആയിരിക്കും ഓടിക്കുന്ന ആൾക്കും തീരെ ക്ഷീണമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി.
ഡോമിനാറോ അതെ നമ്മൾ ഈ കണ്ടതാണല്ലോ, ഗോൾഡ് പോളാർ ഒഡിസി ഒക്കെ കണ്ടതല്ലേ. അപ്പോൾ അതും നല്ല വണ്ടി തന്നെ. പക്ഷേ എനിക്ക് പേഴ്സണലി മോജോ എടുക്കാൻ ആണ് തോന്നിയത്. അതിനുള്ള വീണ്ടും കുറച്ചുകൂടിയും കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 21 ലിറ്റർ ടാങ്കാണ്. പക്ഷേ ഈ ഒരു ടാങ്ക് കപ്പാസിറ്റി എസ്പെഷ്യലി ഒരു ടൂറിങ്ങിനൊക്കെ നമുക്ക് ഗുണം ചെയ്യും. മൊത്തത്തിൽ പോരാത്തതിന് ഇത് ഫുൾ മെറ്റലാണ്, ഇതിൻ്റെ ടാങ്ക് ഫുൾ മെറ്റലാണ്. കണ്ടില്ലേ, ഇത് പവറിലൊട്ടും മോശമൊന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ കൈ കൊടുത്ത് അങ്ങനെ പോകും. ഇപ്പം ഞാൻ 100-ലാണ് ഇപ്പോൾ ഏകദേശം പോകുന്നത്. 100-ലാണ് ഇപ്പോൾ കയറ്റുന്നത്. അപ്പോഴും എനിക്ക് വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ നല്ല കംഫർട്ടബിൾ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ബ്രേക്സും ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് ആണ്. നല്ല ബൈറ്റ് വരുന്ന ബ്രേക്കിംഗ് ആണ്. ഇത് വൈബ്രയുടെ ആണ് സെറ്റപ്പ് വരുന്നത്. പണ്ട് ജേജുവാൻ്റെ ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇയർ അപ്ഡേറ്റിന് ശേഷം വൈബ്രേ ബ്രേക്സ് ആണ് വരുന്നത് ABS വേരിയൻറ്റിൻ്റെ. ഇപ്പം എൻ്റെ ക്യാമറ താഴെ പോയാൽ ഇത് ചെയ്യുന്നത്. ഭാഗ്യം കൊണ്ടാണ് ക്യാമറ റോട്ടിൽ പോകാഞ്ഞത്. ഇത്ര തല്ലിപ്പൊളി പശയെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതല്ലേ എന്തോ വീർത്തിരിക്കുന്നുണ്ട്, എയർ കയറിയാന്ന് തോന്നുന്നു. ഏതായാലും വണ്ടി ഞാൻ കുറച്ച് സൈഡാക്കി ബാക്കിയുള്ളത് പറയാം. ഓക്കെ, വണ്ടി സൈഡാക്കിയിരിക്കുകയാണ്. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ക്യാമറയുടെ മൗണ്ടിൻ്റെ സ്റ്റിക്കർ ഈ ഭാഗത്തായിട്ട് വരും, അത് പോയി. അതൊന്ന് ക്യാമറ വിട്ട് താഴെ പോയി. ഒറ്റ മനുഷ്യനില്ല റോട്ടിൽ, ഒരു സൺഡേ ആയതുകൊണ്ടായിരിക്കും. എനിവേ, അപ്പം ഞാനിനി പറയാൻ പോകുന്നത് വണ്ടീനെ പറ്റിയാണ്. വണ്ടിയുടെ സീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. അത്യാവശ്യം ഇരിക്കാൻ നല്ല സ്പേസ് ഉണ്ട്, ഫ്ലാറ്റാണ്. ഇവിടെ അതെ അത്യാവശ്യം നമുക്ക് ഇരിക്കാൻ നല്ല സുഖമുള്ള സീറ്റാണ്. ബാക്കിന് സപ്പോർട്ട് ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് കുറച്ച് കയറിയിരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖം. ഇതിൻ്റെ ബാക്ക് ടയർ വന്നിട്ട് ഏകദേശം 150 സെക്ഷൻ ടയേഴ്സാണ് വരുന്നത്. നല്ല ടയേഴ്സാണ്. പിർലിയുടെ ഇഞ്ച് സീറ്റിയാണ് ടയേഴ്സ്. പിന്നീട് ഇത് കമ്പനി തരുന്നത് തന്നെ സ്റ്റോക്ക് ക്രാഷ് ഗാർഡ്സാണ്. അത്യാവശ്യം നല്ല ബലമുള്ളതാണ്. പൗഡർ കോട്ടഡ് ആണ്. ഈ ഒരു ഫിനിഷിംഗ് അല്ല, പൗഡർ കോട്ടഡ് ആണ്. പിന്നീട് ഫ്രണ്ടിലാണെങ്കിലും പിർലിയുടെ തന്നെ ടയേഴ്സാണ്. ഇത് വൈബ്രയുടെ ബ്രേക്സ് ആണ്. പിന്നീട് ഈ ഒരു ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് ഫ്രണ്ട് ഷോക്കിന് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരും. അതിനുള്ള ഫോഗ് ബ്രേസസ് ആണ് ഈ കാണുന്നത്. പറഞ്ഞ പോലെ ഇതിൻ്റെ ഡിസ്ക് പെറ്റൽ ഡിസ്കും കൂടെയാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ബ്രേക്കിങ്ങിന് നല്ല സുഖമാണ്. ഈ കാണുന്നത് ഇതിൻ്റെ റേഡിയേറ്ററാണ്. അത്യാവശ്യം വലിയൊരു റേഡിയേറ്ററാണ് ഇതിന് വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ ഒരു കാണുന്നതാണല്ലേ, അതിൻ്റെ ഓക്സിജൻ സെൻസറാണ്. സ്വിങ്ങാം. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. എല്ലാ പാർട്സിനും നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. റോക്ക് സോളിഡാണ്. എവിടെയും അങ്ങനെ ലൂസായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഓടിക്കുമ്പോഴും. അതെ, ഇത് ബോബോൻ്റെ ഒരു ഹോൾഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇത് തിരിച്ചാൽ മതി. അതല്ലേ വൈഡായിട്ട് വരും. ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ മിറേഴ്സും അത്യാവശ്യം വൈഡ് മിറേഴ്സാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഏരിയ കവർ ചെയ്യും. അപ്പോൾ നമുക്കിനി അധികം ഓടിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കി പറയാം. ഇന്ന് നമുക്കൊരു പ്രശ്നം പറ്റി. നമ്മൾ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഹെൽമെറ്റിൽ നിന്ന് മൗണ്ട് അങ്ങ് വീണു. നിങ്ങൾ കണ്ടല്ലോ. അതിൻ്റെ ഈ അഡ്ഹസീവ് 3 നന്നായിരുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ പോരാത്തതിന് ഈ മൗണ്ടിന് അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ക്യാമറയും കൂടെ ആയപ്പം ആ ഒരു സ്പീഡും. എനിവേ, ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഞാൻ മോജോ വാങ്ങിയത്
ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു. ഏകദേശം 1000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് സർവീസ് ചെയ്തത് ആലുവയിൽ നിന്നാണ്. ആലുവയിൽ നിന്ന് മഹീന്ദ്ര വെഞ്ചർ മോട്ടോഴ്സ് ഉണ്ട്, അവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് സർവീസ് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു ഓയിൽ ചേഞ്ചിനും എല്ലാം കൂടി ഒരു 1400 രൂപ അത്ര എന്തോ ആയിട്ടുള്ളൂ. ഞാൻ പിന്നെ ചെയിൻ ലൂബ് ചെയ്തു, അതിന് സെപ്പറേറ്റ് കോസ്റ്റായി. ഫസ്റ്റ് സർവീസിൽ കാര്യമായിട്ട് വേറെ ഒന്നും വരുന്നില്ല, ഓയിൽ ചേഞ്ച് മാത്രമാണ്. ഈ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഇപ്പോൾ ലോക്ക്ഡൗണും കൂടി, ലോക്ക്ഡൗണല്ല, അതായതുകൊണ്ട് ഞാൻ ആവശ്യമായിട്ട് ഇനി പുറത്തിറങ്ങുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ എന്തായാലും ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഡോമിനാറും ഹിമാലയൻ മോജോ ഇത് 3 ആണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യമായിട്ട് ഓടിച്ചത് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ തന്നെയാണ്. ഞാൻ 2 കൊല്ലം മുമ്പ് റോയൽ എൻഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ കൊണ്ട് ലോങ് ഒക്കെ പോയിട്ടുണ്ട്, കുറച്ച് ഓഫ് റോഡും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ഹിമാലയനിൽ ഒരുവിധം നല്ല ഇരുത്തുള്ള വണ്ടിയാണ്. ഹിമാലയൻ അത്യാവശ്യം ഓടിച്ച് നല്ല പരിചയമുണ്ട്. നല്ല വണ്ടിയാണ്, നല്ല കൺട്രോളുള്ള വണ്ടിയാണ്. നമുക്ക് ആ ഹാൻഡിൽ ബാർ, റേസ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണെങ്കിൽ ശരി, ഒപ്പം തന്നെ ഫ്രണ്ടിലെ 21 ഇഞ്ച് ടയേഴ്സും നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ്. കോർണർ ചെയ്യുമ്പോഴും അതെ, അല്ലാതെ നമുക്കിപ്പം അത്യാവശ്യം ട്രാഫിക്കിലൂടെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആണ് വണ്ടിയിൽ. നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വണ്ടിയാണ് ഹിമാലയൻ. പിന്നീട് ഡോമിനാർ ഞാൻ 2 തവണ ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ പവർ BS 2019 വേരിയൻ്റ് ഇറങ്ങുന്നതിന് മുമ്പ് ഏകദേശം 35 bhp അങ്ങനെ എന്തോ ആയിരുന്നു. ഈ 19 മോഡൽ ഇറങ്ങിയപ്പം അതിന് 40 bhp ആയി. അപ്പോൾ ഡോമിനാറിൻ്റെ പവർ അന്നും ഇന്നും അതൊരു ഹൈപ്പർ ക്രൂസറാണല്ലോ, പവർ ക്രൂസർ. അപ്പം നല്ല പവർ തന്നെയാണ് അതിന്. അത്യാവശ്യം എല്ലാം സഡൻ ത്രോട്ടിലാണ്. അവർ പറയുന്ന പോലെ തന്നെ, പേപ്പറിൽ പറയുന്ന പോലെയുള്ള ഒരു പെർഫോമൻസ് തന്നെ ഉണ്ട് ആക്ച്വൽ നമ്മൾ ഓടിക്കുമ്പോൾ. അപ്പം ഡോമിനാർ ഞാൻ ഓടിച്ചു. ചെറിയ രീതിയിൽ നമുക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യും. അത് ആദ്യത്തെ മോഡലിനുണ്ടായിരുന്നു, പിന്നീട് വന്ന മോഡലിന് കുറച്ച് കുറവുണ്ട്. ഇപ്പം BS6 വന്നപ്പോൾ വീണ്ടും കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. BS6 വേരിയൻ്റ് ഞാൻ ഓടിച്ച് നോക്കിയിട്ടില്ല. ഫീച്ചേഴ്സ് ആണെങ്കിലും അതെ, ഡോമിനാർ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഫീച്ചേഴ്സും പാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്ലിപ്പർ ക്ലച്ച് അടക്കം നമുക്ക് അതൊന്നും ഒരു 400cc സെഗ്മെൻറ്റിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറൊരു വണ്ടിയിലും സ്ലിപ്പർ ക്ലച്ച് ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പം ഞാൻ എന്തുകൊണ്ട് മോജോ എടുത്തു? ഇത്രയധികം ഫീച്ചേഴ്സുള്ള ഡോമിനാറുണ്ടായിട്ടും ഞാൻ എന്തുകൊണ്ട് മോജോ എടുത്തു? മോജോൻ്റെ റിഫൈൻമെൻറ്റ്, പിന്നീട് മോജോൻ്റെ ടാങ്ക് കപ്പാസിറ്റി, ബിൽഡ് ക്വാളിറ്റി, ഇത് 3ആണ് ഒരു മെയിൻ കാരണങ്ങൾ. ഓഫ് കോഴ്സ് ഞാൻ കുറച്ചുകൂടി പവറുള്ള വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോമിനാർ പോലെ എനിക്ക് ഒരു സഡൻ ത്രോട്ടിൽ ഉള്ളൊരു വണ്ടീനേക്കാളും എനിക്ക് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള എന്നാൽ ഒട്ടും പവർ മോശമില്ലാത്തൊരു വണ്ടീനോടായിരുന്നു താല്പര്യം. അപ്പോൾ അത് മോജോയിലൂടെ തന്നെ എനിക്ക് കിട്ടി. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരുപക്ഷെ ഞാൻ ഹോണ്ട യൂണിക്കോൺ ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് റിഫൈൻമെൻറ്റിനോട് ഇത്ര താല്പര്യം. ശരിക്കും ഒരു ഹോണ്ടയുടെ വണ്ടിയിൽ നിന്ന് കിട്ടുന്ന റിഫൈൻമെൻറ്റ് നമുക്ക് മോജോ എന്ന് പ്രതീക്ഷിക്കാം. നല്ല റിഫൈൻഡാണ്. അത് നിങ്ങൾ ഓടിച്ച് തന്നെ നോക്കണം, അല്ലെങ്കിൽ അറിയില്ല. എപ്പോഴും നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുമ്പം റിവ്യൂസൊക്കെ കാണാം, ഓക്കെ, പക്ഷേ നമ്മളത് ഓടിച്ച് നോക്കണം. നമ്മൾ അത്യാവശ്യം ട്രാഫിക്കിലൂടെ ആണെങ്കിലും ഹൈവേസിലൂടെ ആണെങ്കിലും പിന്നെ പറഞ്ഞ പോലെ ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല എത്രത്തോളം, പക്ഷേ ഒരുവിധം മോശമുള്ള റോഡ്സ് കാണുകയാണെങ്കിൽ നമുക്കത് ടെസ്റ്റ് റൈഡ് വണ്ടിയാണല്ലോ. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഓടിച്ച് നോക്കാം. അപ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ എങ്ങനത്തെ ഒരു വണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീച്ചേഴ്സൊക്കെ ഇതിലുണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയാണ് ടെസ്റ്റ് റൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് ഒരു വണ്ടി വാങ്ങുമ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് നാളത്തേക്കായിരിക്കും നമ്മളത് കയ്യിൽ വെച്ച് ഓടിക്കാൻ പോകുക. അപ്പം ഇത് കഴിഞ്ഞ് വണ്ടി മേടിച്ചതിന് ശേഷം നിങ്ങൾ പിന്നീട് വേറൊരു വണ്ടി പോയി ഓടിക്കുമ്പം അയ്യോ ഇത് മതിയായിരുന്നു എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയാണ് അത്യാവശ്യം തറവായിട്ട് നിങ്ങൾക്ക് ഷോറൂമിൽ ചെന്ന് പറയാം. അത്യാവശ്യം അവരോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരും ടെസ്റ്റ് റൈഡ് തരും. ഒരു 5-6 കിലോമീറ്റർ മിനിമം ഓടിക്കണം. കാരണം നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുക്കുമ്പം നമുക്കത് അവർ ടെസ്റ്റ് റൈഡ് തരേണ്ടതാണ്. അപ്പം അത്രയും ഡിസ്റ്റൻസ് ഓടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും.
ഏത് വണ്ടി വേണമെന്നുള്ളത്. പിന്നീടുള്ളത് നിങ്ങൾക്ക് റോയൽ ബ്രദേഴ്സ് പോലത്തെ വെബ്സൈറ്റ് ഉണ്ട്, റെൻറ്റിന് കിട്ടും. ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ കയ്യിൽ വെച്ച് ഓടിച്ച് മനസ്സിലാക്കാം വണ്ടി എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പോൾ എനിവേ, മോജോന് കേരളത്തിലാകെ കോഴിക്കോട്, എറണാകുളം, പത്തനംതിട്ട, തിരുവനന്തപുരം പുതിയ ഷോറൂമാണ്. അപ്പോൾ ഇങ്ങനെ 4 ഷോറൂമും അവിടെ തന്നെയും സർവീസും ഉള്ളൂ നിലവിൽ. അപ്പം എന്നിട്ടും ഞാൻ മോജോ എടുത്തു. ഇപ്പം എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടില്ല. എറണാകുളത്ത് എനിക്കിപ്പോൾ ആലുവയിൽ പോയി കഴിഞ്ഞാൽ സർവീസ് ഉണ്ട്. ഒപ്പം ഇപ്പം കടവന്ത്രയും കൂടെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്ത് 2 സർവീസ് സെൻറ്റർ ഉണ്ട് നിലവിൽ. കേരളത്തിൽ മൊത്തം 5 സർവീസ് സെൻറ്റർ, 2 എറണാകുളത്ത്, കോഴിക്കോട്, പത്തനംതിട്ട, തിരുവനന്തപുരം, 5 സർവീസ് സെൻറ്റർ. മോജോയിൽ ഏകദേശം ബാംഗ്ലൂർ മുതൽ ബോംബെ വരെ ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്തിട്ടൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്. മോജോ ലോങ് ഡ്രൈവ് ചെയ്തിട്ട് ആരും അങ്ങനെ ടയേർഡായിട്ട് പറഞ്ഞ് കേട്ടിട്ടില്ല. വളരെ അപൂർവം പേര് അതിൻ്റെ സീറ്റ് കുറച്ചുകൂടി കുഷ്യൻഡായാൽ കൊള്ളാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതല്ലാതെ മോജോൻ്റെ എൻജിൻ കംപ്ലയിൻസ് ഒന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പം അതാണ് ഞാനെപ്പോഴും വണ്ടീൻ്റെ എൻജിനിലേക്കാണ് ആദ്യം ഞാൻ നോക്കുക, എനിക്ക് എന്തൊക്കെയാണെങ്കിൽ ശരി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹോണ്ട യൂണിക്കോൺ വാങ്ങിയത്. എനിക്ക് ഹോണ്ടയുടെ എൻജിനെ പറ്റി നമുക്കറിയാലോ. വണ്ടിയുടെ എൻജിനാണ് ഞാൻ ആദ്യം നോക്കിയത്. അപ്പം എനിക്ക് മോജോൻ്റെ എൻജിൻ അത്ര ഇഷ്ടമായി. അപ്പം അത് ഓടിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഏകദേശം ഉറപ്പിച്ചിരുന്നു ഞാൻ ഇനി മോജോ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി ഏകദേശം ഒരു 32 കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരുവിധം സിറ്റി പ്ലസ് ഹൈവേ റോഡിച്ചപ്പോഴാണ് 32 കിട്ടിയത്. പക്ഷേ ശരിക്കുള്ളൊരു മൈലേജ് ടെസ്റ്റ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൊറോണേൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളത് കാരണം തൽക്കാലം നമുക്കതിപ്പം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇതേപോലെ ഞാൻ ഓടിച്ചിട്ട് കിട്ടുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിൽ നേരിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ മഹീന്ദ്ര ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് BS6-ൻ്റെ കുറച്ച് പോസ്റ്റേഴ്സ് അവർ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അധികം വൈകാതെ തന്നെ BS6 വേരിയൻ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ എനിക്കറിയാൻ പറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഉള്ള മോഡൽ തന്നെ BS4 ABS ഇറക്കിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് BS6 റെഡി എഞ്ചിനാണ്. അപ്പം ചെറിയൊരു മാറ്റം കൂടെ വരുത്തി കഴിഞ്ഞാൽ അത് BS6 കംപ്ലൈൻ്റ് ആയി, അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറിയാൻ പറ്റുന്നത് ഒരു അഡീഷണൽ ഒരു കാറ്റലിറ്റിക് കൺവേർട്ടറും കൂടെയും അതിൽ വരും. വേറെ കാര്യമായിട്ട് മാറ്റമൊന്നും ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ 4 കളർ വേരിയൻസിലാണ് മോജോ ഉള്ളത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ. ഇതിൻ്റെ ലോഞ്ചിങ്ങും പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം മഹീന്ദ്ര നിങ്ങളെ അറിയിക്കും. മൊത്തത്തിൽ ഞാൻ ഇത്രയും ഓടിച്ചപ്പോൾ എനിക്ക് മഹീന്ദ്ര മോജോ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ജസ്റ്റ് ഒരു തുടക്കമായിട്ടുള്ളൂ, 1000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കിലോമീറ്റേഴ്സിൽ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോജോനെ പറ്റി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. എൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഡോമിനാറിന് കോമ്പറ്റീഷനൊന്നും ആവില്ല, കാരണം ഇത് സെപ്പറേറ്റ് വേറൊരു ടൈപ്പ് വണ്ടി തന്നെയാണ്. എനിക്ക് സത്യം പറയാമല്ലോ, വണ്ടികൾ കമ്പയർ ചെയ്യുന്ന ഇഷ്ടമല്ല. അതായത് പല ആൾക്കാർക്ക് പല ടൈപ്പ് ആവശ്യങ്ങളാണ്, പല വണ്ടികളും മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മളെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളൊരു വണ്ടി വാങ്ങുക. അപ്പം ഡോമിനാർ ആയിരുന്നില്ല എനിക്ക് വേണ്ടത് മോജോ ആയിരുന്നു. എനിക്ക് റിഫൈൻമെൻറ്റ് വേണമായിരുന്നു, അപ്രൈറ്റ് പൊസിഷൻ വേണമായിരുന്നു, ഒരുവിധം മോശമില്ലാത്ത മൈലേജ്, ബിൽഡ് ക്വാളിറ്റി. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോയിൽ. വൈ മോജോ, എന്തുകൊണ്ടാണ് ഞാൻ മോജോ എടുത്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നന്ദി.